ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മളൊരു ബാത്റൂമിൻ്റെ അകത്ത് പ്ലംബിങ് ചെയ്യുന്നതിന് മുന്നേ അതിനുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എവിടേക്കാണ് പൊസിഷൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, അതിനുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ബാത്റൂമിൽ വരുന്നത് ചെറിയൊരു ബാത്റൂമാണ് അറ്റാച്ച്ഡ് ചെയ്ത് വരുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കയറി വരുന്നതിൻ്റെ നേരെ ഡോറിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ വാഷ് ബേസിന് കൊടുത്തു. പിന്നെ സെൻറ്ററിലാണ് നമ്മളിവിടെ ഡൈവേർട്ടർ കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് ക്ലോസറ്റിൻ്റെ പൊസിഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തുകൊണ്ട് സൈഡിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ക്ലോസറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ് ഒരു കർവ് ചെയ്ത് വന്നതിന് ശേഷം ഒരു തിരിഞ്ഞ് നിൽക്കുന്ന എൽ ഷേപ്പ് വരുന്ന ഭിത്തിയിലാണ് നമ്മൾ ക്ലോസറ്റ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ നോക്കാം. ഇതാണ് നമ്മുടെ ഫ്ലോറിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. ഇത് നമ്മുടെ ബെൽറ്റാണ് വരുന്നത്. അത് വീട് പണിയുന്നതിന് മുന്നേ വരുന്ന ബെൽറ്റ്. ഈ ബെൽറ്റാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ വരുന്നത്. അതായത് ടൈലിൻ്റെ ഫിനിഷിംഗ്, ബാത്റൂമിൻ്റെ ടൈൽ ഫിനിഷിംഗ് വരുന്നത് ഇതാണ് അതിൻ്റെ അളവ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ബെൽറ്റിൽ നിന്നും ഒരു 2 ഇഞ്ച് പൊങ്ങിയിട്ടാണ് നമ്മുടെ റൂമിൻ്റെയൊക്കെ ടൈലിൻ്റെ വർക്ക് വരുന്നത്. അതിൽ നിന്ന് 2 ഇഞ്ച് താഴ്ന്നാണ് നമ്മുടെ ബാത്റൂം നിൽക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ബെൽറ്റ് നമ്മളുടെ വരെയാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫിനിഷിങ്. അപ്പോൾ അതിനുള്ള ലെവൽ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് മാർക്ക് ചെയ്യുക. ആ ബെൽറ്റിൽ നിന്നും സ്പീഡ് ലെവൽ വെച്ചതിന് ശേഷം നമ്മുടെ ഇവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരടി ഹൈറ്റിലേക്ക് മാർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ പൈപ്പ് ലൈനുകളെല്ലാം കൊണ്ടുപോകുന്നത്. പൈപ്പ് ലൈൻ നമ്മളിവിടെ സാധാ വെള്ളം കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ ചൂടുവെള്ളം കൊണ്ടുപോകുന്നത്. ഈ സാധാ വെള്ളമാണ് നമ്മുടെ ക്ലോസറ്റിലേക്ക് കുളിക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം നോർമൽ ലെവലിൽ കയറുന്നത്. പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസിലേക്ക് വരുന്നത്. പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറ്ററിൻ്റെ അകത്തേക്കാണ് നമ്മൾ ചൂടുവെള്ളം കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് 2 അടിയാണ് വരുന്നത്. അതായത് നമ്മുടെ വാഷ് ബേസിൻ്റെ വേസ്റ്റിൻ്റെ ലെവൽ വരുന്നത് 2 അടി. അതായത് ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 60 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത സെക്ഷൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൈവേർട്ടറിൻ്റെ ഏരിയ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഫിനിഷിംഗ് ലെവലിൽ നിന്നും നമ്മുടെ ഡൈവേർട്ടർ വരുന്നത് 120 സെൻറ്റിമീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്, ഡൈവേർട്ടർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ സ്പൗട്ട് വരുന്നത് 75 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ സ്പൗട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പിൽ നമ്മൾ കൊടുക്കുന്നത് 7 അടിയാണ് വരുന്നത്. 7 അടി എന്ന് വെച്ചാൽ നമ്മുടെ ലിൻഡിൽ ഹൈറ്റ് 210 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് നമ്മുടെ ആ 7 കറക്റ്റായിട്ട് ആ ലെവലിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ ജിൻഡിലിൻ്റെ താഴെ നിൽക്കാവുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 7 അടി നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഹൈറ്റുള്ള സെക്ഷനാണ്. പിന്നെ നമ്മൾ ഡൈവേർട്ടറിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ പച്ചവെള്ളമാണ് കൊടുക്കുന്നത്. പച്ചവെള്ളം നമ്മൾ പുറത്തുനിന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ലൈനാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ചൂടുവെള്ളം ലെഫ്റ്റ് സൈഡാണ് കൊടുക്കുന്നത്. ചൂടുവെള്ളം നമ്മളിവിടെ കൊടുക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹീറ്ററിൽ നിന്ന് ഔട്ടാണ് വരുന്നത്. ഹീറ്റർ നമ്മൾ ഈ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഹീറ്ററിന് സെപ്പറേറ്റ് ഒരു ഔട്ട് വരുന്നുണ്ട്. ആ ഹീറ്ററിന് ഔട്ടാണ് നമ്മൾ ഈ വരച്ചിട്ടിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് വരുന്നത് നമ്മുടെ ഇന്നാണ്. ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ന് സെപ്പറേറ്റ് സോളാർ നമ്മൾ വീടിൻ്റെ മുകളിൽ വെക്കുന്നുണ്ടെങ്കിൽ ഈ ഹീറ്ററിൻ്റെ ഇന്ന് സോളാറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് സോളാറിലെ വാട്ടർ ചൂടില്ലാത്ത സമയത്ത് നമുക്ക് ഹീറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് നമ്മൾ കാലത്തൊക്കെ കിട്ടുന്ന സമയത്ത് തന്നെ രാവിലേക്ക് ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചൂടുവെള്ളം കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹീറ്ററിലേക്ക് നമ്മൾ മുകളിൽ വയ്ക്കുന്ന സോളാറിൻ്റെ ഔട്ട് നമ്മൾ ഹീറ്ററിലേക്ക് കയറ്റുന്ന ഹീറ്ററിൻ്റെ ഇന്നായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഇവിടെയാണ് ക്ലോസറ്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്ലോസറ്റ് വയ്ക്കുന്നതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം അപ്പുറത്തേക്കും ഹെൽത്ത് ക്ലോസറ്റിനും ക്ലോസറ്റിലേക്കുള്ള ഓപ്ഷനും വേണ്ടിയിട്ട് 10 ഇഞ്ച് മാറ്റി നമ്മൾ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.